കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. എറണാകുളം കോതമംഗലം സ്വദേശി ആസിഡ് ബിജു എന്നറിയപ്പെടുന്ന മൺകുഴിക്കുന്നിൽ ബിജുവാണ് പിടിയിലായത്. കോഴിക്കോട് റൂറൽ എസ്.പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഓമശ്ശേരി ടൗണിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. നമ്മൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ കേസിലേക്കാണ് അറസ്റ്റ് ചെയ്ത് ഏകദേശം നമ്മൾ പ്രോപ്പർട്ടികളൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡസ് എന്താണെന്ന് ചോദിച്ചാൽ ആളുള്ള വീടുകളിലാണ് കളവ് നടത്തുന്നത്. ആളുള്ള വീടുകളിൽ കോണിക്കൂടിൻ്റെ വാതിലിൻ്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും അതേപോലെ ഉള്ള ആളുകളെ വയസ്സായവരെയും കാലിൻ്റെ മുകളിലും കയ്യിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് രക്ഷപ്പെടുന്നൊരു വിദ്യയാണ് ബിജുവിൻ്റെ മോഷണ രീതി. ആണുങ്ങളുള്ള വീട്ടുകളിലാണ് മിക്കവാറും മോഷണം നടത്തുന്നത്. ആളൊഴിഞ്ഞ വീടുകളിലല്ല ഇവൻ്റെ രീതി, ആളുള്ള വീടുകളിലാണ്. ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ആളുള്ള വീടുകളിൽ മോഷണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടില്ല. എന്തെങ്കിലും ഒച്ച ഉണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത റൂമിൽ നിന്നാണ് സൗണ്ട് ഉണ്ടാവുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടും ലളിതമായിട്ടുള്ള രീതി ആളുള്ള വീടുകളിലാണ് മോഷണം നടത്തുന്നതെന്നാണ് ബിജു പറയുന്നത്. അവരെ എറണാകുളം സ്വദേശാണ്. 25ഓളം കേസുകൾ ഇപ്പോൾ പല സ്റ്റേഷനുകളിലായിട്ട് അവരുണ്ട്. പാലക്കാട്, നിലമ്പൂർ, മലപ്പുറം ജില്ലയിൽ പല സ്റ്റേഷനിൽ, അടൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിലുള്ള മോഷണ സംബന്ധമായുള്ള കേസുകളുണ്ട്. നാരാപ്പ ഗേറ്റ് തുറക്കുക ചേച്ചി ഇങ്ങോട്ട് എണീച്ച് വന്നപ്പോൾ അങ്ങനെ ഒരാളില്ല, അങ്ങനെ ഇങ്ങോട്ടാണ് പോയിക്കുന്നത്. അടുക്കള ഭാഗത്തേക്ക് ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടിരിക്കുന്നു. ഡിസംബർ 8 രാത്രി 11 മണിയോടെ ഓമശ്ശേരി അമ്പലക്കണ്ടിയിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന 6 പവനോളം തൂക്കം വരുന്ന മാല മോഷ്ടിച്ചതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഏകദേശം ഒരു 11 മണിയായപ്പോൾ തൊട്ട് മുമ്പ് വീട്ടിലൊരു കള്ളം വന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആൾക്കാർ വിളിച്ച്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും വീട്ടിൽ തന്നെ വന്ന സമയത്ത് ബാക്കിലെ വീട്ടിലെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു അവിടെയും കള്ളം വന്നിട്ടുണ്ടെന്നാണ്. അവിടെ ആരെയും കാണുന്നില്ല. പിന്നെ CCTV നോക്കിയപ്പോഴാണ് കള്ളം വന്നെന്നുള്ളൊരു തെളിവ് നമുക്ക് വരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയതാണ്. അതിന് ശേഷമാണ് വീണ്ടും വീട്ടിലെ തൊട്ട് മുമ്പ് വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. പിന്നാണ് ശരിക്കും പിന്നാലെ കള്ളനെ തെരച്ചിൽ തുടങ്ങിയത്. എല്ലാവരും വന്നിട്ട് നാട്ടിലെ മുഴുവൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഏകദേശം ശരിക്കും പറഞ്ഞാൽ അന്ന് ഉറങ്ങിയിട്ടില്ല. രാവിലെ ആയപ്പോഴാണ് ഏകദേശം 7 വീടുകളോളം ഇതേപോലെ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് നിരവധി വീടുകളിലാണ് മോഷ്ടാവ് മോഷണം നടത്തിയത്. പ്രതി താമസിച്ചിരുന്ന ചാത്തമംഗലം വേങ്ങേരി മഠത്തിലുള്ള വാടക മുറിയിൽ നിന്നും 10.5 പവനോളം കളവ് ചെയ്ത സ്വർണം പോലീസ് കണ്ടെടുത്തു. ഇയാൾ 20 വർഷമായി ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലായി 100ലേറെ മോഷണ കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. പല തവണകളിലായി 8 വർഷത്തിലധികം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. മോഷണം നടത്തുന്ന സ്വർണം വിറ്റ് ആർഭാട ജീവിതമാണ് അവിവാഹിതനായ പ്രതി നയിച്ചിരുന്നത്. ഒറ്റ രാത്രിയിൽ തന്നെ 4-5 വീടുകളിൽ മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി. ഒറ്റനില വീടുകളിൽ സ്റ്റെയർ കേസിന്റെ വാതിൽ തകർത്താണ് പ്രതി വീടിനുള്ളിൽ കയറിയിരുന്നത്. പ്രതിയെ പിടിക്കുമ്പോൾ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും വാതിൽ പൊളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാര, ഉളി, വയർ കട്ടർ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്.